നരേന്ദ്രമോദിയെയും ആർഎസ്എസിനെയും കടന്നാക്രമിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ദ്വിദിന കേരള പര്യടനത്തിന് തുടക്കം കുറിച്ചു. രാജ്യം ആർഎസ്എസിൽ നിന്ന് ഭീഷണി നേരിടുകയാണെന്ന് പറഞ്ഞ രാഹുൽ ഒരുമയുടെ സന്ദേശം നൽകാനാണ് കേരളത്തിൽ നിന്ന് കൂടി മത്സരിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. ആർഎസ്എസ് രാജ്യത്തോട് ചെയ്തത് എൽഡിഎഫ് ചെയ്തിട്ടില്ലെന്ന് രാഹുൽ ആലപ്പുഴയിൽ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പമാണെന്നും രാഹുൽ വ്യക്തമാക്കി. I differentiate between the left and the RSS. Of course, we fight the left in Kerala, but the left has never done what the RSS is doing. The left has never questioned the institutions of this country. In allowing all people to express their faith, express their belief, express their sentiments. We want an India where people can express what is inside their heart, as long as that expression is peaceful and non-violent. So the Congress party will never take an action that stops people from genuinely expressing their faith. Currently our country is under attack by the BJP and the RSS. They want to suppress all other voices other than their own. They believe that only one idea should rule India. Narendra Modi gave 35,000 crores to Nirav Modi, 35,000 crores to Mehul Choksi, 45,000 crores of debt to Mr. Anil Ambani, Vijay Mallya, Lalit Modi. These are the people where this money is going to come from. മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങളുമായി. അസ്ലം, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ പ്രചാരണം എവിടം വരെ എത്തിയിരിക്കുന്നു? വിശദാംശങ്ങൾ. സുഹൈല, കേരളത്തിൽ രണ്ടാം ഘട്ടം വയനാട്ടിലെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷം ഏറ്റവും കൂടുതൽ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഇന്നാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയത്. ഇക്കാര്യത്തിൽ പത്തനാപുരം, മാവേലിക്കര മണ്ഡലത്തിൻ്റെ ഭാഗമായ പത്തനാപുരം, പത്തനംതിട്ട, ആലപ്പുഴ, ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് വൈകിട്ട് 6 മണി നീണ്ടു നിൽക്കുന്ന പരിപാടിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. ഇതിൽ ഏറ്റവും പ്രധാനമായി ഒരു വിഷയം, ശബരിമല സംബന്ധിച്ച ഒരു നിലപാട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം ഇവിടുത്തെ ഭരണപക്ഷമായ ഇടതുപക്ഷവും BJPയും ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് രാഹുലിൻ്റെ ഈ പ്രസ്താവന, വിശ്വാസികളുടെ ഒപ്പമാണ് കോൺഗ്രസ് എന്ന ഒരു പ്രസ്താവന വളരെ പ്രസക്തമാകുന്നത്. ശബരിമല വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ വിധി വന്നപ്പോൾ അനുകൂല നിലപാടെടുത്തൊരു നേതാവ് അല്ലെങ്കിൽ ദേശീയ നേതൃത്വം എന്ന നിലയിൽ എന്താണ് കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിൽ കൂടി മത്സരിക്കാൻ വരുന്ന സാഹചര്യത്തിൽ പറയാനുള്ളതെന്ന ആവശ്യം ഇടതുപക്ഷം ഉന്നയിച്ചിരുന്നു. ഇവിടെ രാഹുൽ ഗാന്ധി അതിനെ പ്രത്യേകിച്ച് പരാമർശിക്കാതെ അതോടൊപ്പം വിശ്വാസികൾക്കൊപ്പം നിൽക്കുമെന്നുള്ള വളരെ കൃത്യമായ പരാമർശമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. അതായത് ശബരിമല വിഷയത്തിൽ അല്ലെങ്കിൽ നടപടികൾ, പോലീസ് നടപടികളിലൂടെയും അതോടൊപ്പം തന്നെ സർക്കാർ കോടതിയുടെ ഇടപെടലുകളിലൂടെയും അഭിമാനത്തിന് പ്രശ്നമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നമുണ്ടായ വിശ്വാസികൾക്കൊപ്പം നിൽക്കുമെന്നുള്ള ഒരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നൽകിയത്. ആ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ ഇടതുപക്ഷവുമായിട്ടുള്ള ഒരു ശത്രുതയിലേക്ക് അല്ലെങ്കിൽ ഒരു നേരിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് ഇല്ല എന്നൊരു അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയെന്ന്. വയനാട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇടതുപക്ഷം ശക്തമായ വിമർശനം ഉന്നയിച്ചപ്പോഴും CPM-എതിരെ താനൊന്നും പറയില്ല എന്ന് അന്നു മുതൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് RSS ആണ് ശത്രു, BJP ആണ് ശത്രു എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. RSSഉം അല്ലെങ്കിൽ BJPയും CPM-ഉം ഒരുപോലെയല്ല. രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെ, ഭരണഘടനാ സംവിധാനങ്ങളെ തച്ചു തകർത്ത ഇല്ലാതാക്കിയ ഒരു പ്രസ്ഥാനമാണ് RSS അല്ലെങ്കിൽ BJP. അതിനെ CPM-നെ പോലെ കണക്കാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഒന്ന്, CPM-ആയിട്ടുള്ള ഒരു നിലപാടൊന്നും വ്യക്തമാക്കുന്നു. രണ്ട്, കേരളത്തിൽ രാഹുൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികൾ വലിയ തോതിൽ കോൺഗ്രസ് വിരുദ്ധതയിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ കോൺഗ്രസ് വിരുദ്ധതയുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ അനുഭാവികളെയും ഇടതുപക്ഷത്തെയും ഒന്ന് അനുനയിപ്പിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവനയുടെ ലക്ഷ്യമായി അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.